ഹലോ, നമസ്കാരം. ഫുഡ് സേഫ്റ്റി വിഭാഗത്തിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് കേരള PSC ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ പുറത്തുവിടുന്നതായിരിക്കും. BSc കെമിസ്ട്രിക്കാർക്കും ഫുഡ് ടെക്നോളജിയിൽ ഡിപ്ലോമ ഉള്ളവർക്കും ഇതൊരു മികച്ചൊരു അവസരം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കഴിഞ്ഞ തവണകളിൽ PSC നടത്തിയ എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും അതിലൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം യു ഓൾ. ഇവിടെ ക്വസ്റ്റ്യൻ കാണാം. 2023 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. MSG അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് പ്രൊവൈഡ്സ് ഫോളോയിങ് ഫ്ലേവർ: സ്വീറ്റ്, സോൾട്ട്, ഉമാമി, സാർ. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ 2018ലും ഇതേപോലെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ: ഫോളോയിങ് അഡിറ്റീവ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ ഫ്ലേവർ പൊട്ടൻഷ്യേറ്റർ. ഇവിടെയും 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ്, അതായത് ഫുഡ് അഡിറ്റീവ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. ഇതിൽ നിന്ന് തന്നെ വേറെയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തുനിന്ന് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ സബ്സ്റ്റൻസസ്. ഇതിനകത്ത് ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താണ് ഈ ഫുഡ് അഡിറ്റീവ്സ്? They are substances primarily added to processed foods or other foods produced on industrial scale for technical purposes. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ സാധാരണ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളെ അല്ല ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. ഇൻഗ്രീഡിയൻസ് അല്ല ഉദ്ദേശിക്കുന്നത്, എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഫുഡ് അഡിറ്റീവ്സ് എന്ന് ആ ഒരു ടേം യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് കൂടുതലും, അതായത് ദേ ആർ നോട്ട് നോർമലി കൺസ്യൂംഡ് ആസ് ഫുഡ് ബൈ ദംസെൽവ്സ് ആൻഡ് നോട്ട് നോർമലി യൂസ്ഡ് ആസ് ടിപ്പിക്കൽ ഇൻഗ്രീഡിയൻസ് ഇൻ ഫുഡ്സ്. അതായത് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ പാകം ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെ അല്ല ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒരു ഇൻഡസ്ട്രി ലെവലിലോ പ്രോസസ്സിങ് ആ ഒരു പ്രോസസ്സ് ചെയ്ത ഫുഡ്സിനകത്തൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മോസ്റ്റ് മിനിമലി പ്രോസസ്ഡ് ആൻഡ് അൺപ്രോസസ്ഡ് ഫുഡ്സ് ഡു നോട്ട് കണ്ടെയ്ൻ ഫുഡ് അഡിറ്റീവ്സ്. അപ്പോൾ ഇതിനകത്ത് കുറേ തരം ഫുഡ് അഡിറ്റീവ്സ് ഉണ്ട്. കളറിംഗ് ഏജൻസ് വരാം, ഫ്ലേവറിംഗ് ഏജൻസ്, പ്രിസർവേറ്റീവ്സ്, ടെക്സ്ചറൈസിങ് ഏജൻസ്, ന്യൂട്രീഷണൽ അഡിറ്റീവ്സ്, ഫോർട്ടിഫിക്കേഷൻ ഏജൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അഡിറ്റീവ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ FSSAI ഒരു വലിയൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡെഫിനിഷൻ കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട, അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. A food additive may be defined as any substance not normally consumed as a food by itself or used as a typical ingredient of the food. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നോർമലായിട്ട് കൺസ്യൂം ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ഇൻഗ്രീഡിയൻറ്റും അല്ല. വെദർ ഓർ നോട്ട് ഇറ്റ് ഹാസ് ന്യൂട്രിറ്റീവ് വാല്യൂ. നമ്മൾ ന്യൂട്രിറ്റീവ് വാല്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇന്റൻഷണൽ അഡിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് അറിഞ്ഞുകൊണ്ടാണ് അത് ആഡ് ചെയ്യുന്നത്, അത് അറിയാതെ വന്നു പോകുന്ന ഒരു സാധനമൊന്നുമല്ല. ഇന്റൻഷണൽ അഡിഷൻ ഓഫ് വിച്ച് ടു ഫുഡ് ഫോർ എ ടെക്നോളജിക്കൽ പർപ്പസ് ഇൻക്ലൂഡിങ് ഓർഗനോലെപ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ, അതിൻ്റെ ലുക്ക്, അങ്ങനത്തെ കാര്യങ്ങളിലേക്കും പർപ്പസ് ആണെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മാനുഫാക്ചർ ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ പാക്കേജിങ്, അങ്ങനെ അത് കടന്നു പോകുന്ന പല പല സ്റ്റെപ്പുകളിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലായിരിക്കും ഈ ഫുഡ് അഡിറ്റീവ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കോ ആയിരിക്കും. അത് ഏതെങ്കിലും തരത്തിൽ അതിനെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ഫുഡ് അഡിറ്റീവ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. എന്നാൽ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള കണ്ടാമിനൻസോ അല്ലെങ്കിൽ അത് മോശമാക്കുന്ന എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടാവാനും പാടില്ല. ഈ ഒരു ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുഡ് അഡിറ്റീവ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ആർ ആഡഡ് ടു ഫുഡ് ബൈ ദ മാനുഫാക്ചറേഴ്സ് ടു ഫെസിലിറ്റേറ്റ് പ്രോസസ്സിംഗ് ഓർ ടു ഇംപ്രൂവ് അപ്പിയറൻസ്, ടെക്സ്ചർ, ഫ്ലേവർ, കീപ്പിംഗ് ക്വാളിറ്റി. അതായത് അതിനെ കീപ്പിംഗ് ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ്സ് എന്നൊക്കെ പറയത്തില്ലേ, എന്നപോലെ അതിൻ്റെ ലുക്കിനെയോ അതിൻ്റെ ടേസ്റ്റിനെയോ അതിൻ്റെ ഫ്ലേവർ ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ എളുപ്പമാക്കി തീർക്കാനോ ആണ് ഫുഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. പലതരം ഫുഡ് അഡിറ്റീവ്സ് ഉണ്ട്. എന്തിനൊക്കെയാണ് ഫുഡ് അഡിറ്റീവ്സ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം, ടു മെയിൻറ്റെയിൻ പ്രൊഡക്റ്റ് കൺസിസ്റ്റൻസി. ഒരു പ്രോഡക്റ്റ് അതുപോലെ നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കിയത് ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി, ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്
നമുക്ക് അഡിറ്റീവ്സ് യൂസ് ചെയ്യാം. അതിന് യൂസ് ചെയ്യുന്ന അഡിറ്റീവ്സ് ഇമൾസിഫയേഴ്സ്, സ്റ്റെബിലൈസേഴ്സ്, തിക്കനേഴ്സ്, ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്സ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇമൾസിഫയേഴ്സ് എന്ന് പറയുമ്പം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ മയോണൈസ് നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണല്ലോ അല്ലേ, മയോണൈസ്. അപ്പം മയോണൈസ് ആക്ച്വലി ഒരു ഓയിൽ ഇൻ വാട്ടർ ഇമൾഷൻ ആണ്. ഇമൾഷൻ എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ആണ്. പക്ഷെ ആക്ച്വലി നമുക്കറിയാം ഓയിലും വെള്ളവും ഒരിക്കലും ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു മിക്സ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് അല്ലേ. നമ്മളിപ്പം വെള്ളത്തിന് മുകളിലേക്ക് ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ അതിങ്ങനെ മുകളിൽ ഇങ്ങനെ തങ്ങിക്കിടക്കും, അല്ലാതെ അത് മിക്സ് ഒന്നും ചെയ്യപ്പെടില്ല. പക്ഷേ നമ്മൾക്ക് ഈ ഇമൾസിഫയേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു അഡിറ്റീവ് ആണ് ഇമൾസിഫയർ എന്ന് പറയുന്നത്, ഈ ഒരു സാധനത്തിനെ മിക്സ് ചെയ്യാൻ പറ്റാത്ത സാധനത്തിനെ മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അത് മിക്സ് ചെയ്തതുപോലെ ആക്കും. അതൊരു നല്ലൊരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ മുട്ടയും ഓയിലും ഒക്കെ വെച്ചിട്ടാണ് ഈ മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ മയോണൈസ് ശരിക്കും പറഞ്ഞാൽ കുറെ നേരമൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയോണൈസ് ആണെങ്കിൽ കുറെ നേരമൊക്കെ അങ്ങനെ തന്നെ പുറത്ത് വെച്ചിരുന്നാൽ അത് 2 ലെയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ എഗ്ഗിൻ്റെ ആ ഒരു വൈറ്റ് ലെയറും പിന്നെ ഒരു ഓയിലിന് സെപ്പറേറ്റ് ചെയ്ത് വരാറുണ്ട്. കാരണം നമ്മൾ എക്സ്ട്രാ ആയിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ പോലും അതിലെ മുട്ട അതിനകത്തൊരു ഇമൾസിഫിക്കേഷൻ ആക്ഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ആ ഒരു രീതിയിൽ അതിനെ മിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് സെപ്പറേറ്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ള സാധനമാണ് അതർവൈസ് നോൺ അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെ മിക്സ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇമൾസിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിനെ സ്റ്റേബിൾ ആയിട്ട് വെക്കുന്നത്. എക്സാമ്പിൾ, നമ്മുടെ ഐസ്ക്രീംസിലൊക്കെ സ്റ്റേബിലൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും സാധനം തിക്കായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ, നമുക്കൊരു കറിയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ തിക്കനേഴ്സ്, വളരെ ലൂസായിട്ടുള്ള കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കോൺഫ്ലവർ ഒക്കെ ആഡ് ചെയ്യും അല്ലേ, അതിനെ കുറച്ച് തിക്കാക്കും. അതേപോലെ തന്നെ ജ്യൂസിനൊക്കെ കുറച്ച് തിക്നെസ് ഒക്കെ കൂട്ടാനായിട്ട് വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ജ്യൂസിനെ പെക്റ്റിനൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് തിക്നെസ് ഒക്കെ കിട്ടും. അപ്പോൾ ആ ഒരു യൂണിഫോം ടെക്സ്ചർ ഒക്കെ കിട്ടും. അതാണ് തിക്കനർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കട്ടി കൂട്ടുന്നത്. സ്റ്റേബിലൈസർ എന്ന് പറയുമ്പം അതിനെ സ്റ്റേബിൾ ആയിട്ട് വെക്കുന്ന സാധനം. ഇപ്പം നമുക്കറിയാം, നമ്മൾ വീട്ടിൽ വെറുതെ ഒരു ജ്യൂസ് എടുത്ത് ഫ്രീസറിൽ വെച്ചാൽ ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്നും കിട്ടൂല അല്ലേ. കാരണം നമ്മൾ ഇതിനകത്ത് ഇമൾസിഫയറോ സ്റ്റെബിലൈസറോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ വെറുതെ ഒരു ഫ്രൂട്ട് എടുത്ത് അതിനെ ജ്യൂസ് ആക്കുന്നു, വെറുതെ ഫ്രിഡ്ജിൽ വെച്ചാൽ ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി ഒന്നും നമുക്ക് ഒരിക്കലും കിട്ടൂല. എന്നാൽ നമ്മൾ ഈ സ്റ്റെബിലൈസേഴ്സോ ഇമൾസിഫയേഴ്സോ ഒക്കെ ആഡ് ചെയ്ത് അതിനെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കലി പ്രോസസ് ചെയ്താൽ നമുക്ക് തീർച്ചയായും ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നതായിരിക്കും. നോ, കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്സ്. ആൻറ്റി കേക്കിംഗ് എന്ന് പറഞ്ഞാൽ കട്ട പിടിക്കുക എന്നുള്ള പറയത്തില്ലേ. നമ്മൾ എക്സാമ്പിൾ, നമ്മൾ കുറേ നാളൊക്കെ ഏതെങ്കിലുമൊക്കെ പൊടികൾ, മസാലപ്പൊടികളോ ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യാതെ കുറച്ച് നാളൊക്കെ അടച്ചു വെച്ചിരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു മോയ്സ്ചറൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അതിങ്ങനെ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിങ്ങനെ കട്ട പിടിക്കാതെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെയൊക്കെ പാക്കറ്റിൽ നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് ഫ്രീ ഫ്ലോയിങ് സോൾട്ട് എന്ന് കാണാൻ പറ്റും. ഈ ഫ്രീ ഫ്ലോയിങ് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വീഴും, ഓരോ അധികം കട്ട പിടിക്കാതെ വളരെ സ്മൂത്ത് ആയിട്ട് അത് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതുപോലെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കാണാം. ഇമൾസിഫയറിൻ്റെ എക്സാമ്പിൾ ലെസിത്തീൻ, അതേപോലെ തന്നെ മോണോ ആൻഡ് ഡൈഗ്ലിസറൈഡ്സ്, സോഡിയം സ്റ്റീറോയിൽ ആക്ടിലൈറ്റ്, ഇതെല്ലാം തന്നെ ഇമൾസിഫയേഴ്സ് ആയിട്ട് നമ്മുടെ ഫുഡിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സ്റ്റെബിലൈസേഴ്സ് ആയിട്ട് സാന്തൻ ഗം, ഗുവാർ ഗം, അഗർ, പെക്റ്റിൻ ഒക്കെ. ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്സ് ആയിട്ട് നമ്മുടെ സിലിക്ക, കാൽഷ്യം സിലിക്കേറ്റ്, ട്രൈ കാൽഷ്യം ഫോസ്ഫേറ്റ് ഒക്കെ. ഇതൊക്കെ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, ഷുഗർ, സോൾട്ട്, കോഫി, ഇത് പൗഡർ ആയിട്ടുള്ള സബ്സ്റ്റൻസസിലേക്കാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് ഒരു അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഇംപ്രൂവ്. എന്തിനു വേണ്ടിയാണ് അഡിറ്റീവ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇംപ്രൂവ് ഓർ മെയിൻറ്റെയിൻ ന്യൂട്രീഷണൽ വാല്യൂ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശരിയാണ്, ഫുഡിന് പോഷകങ്ങൾ കിട്ടാനാണ് അല്ലേ. എന്നാൽ ചില സാധനങ്ങളിൽ ആ ഒരു പോഷകം കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫുഡിനെ അല്ലെങ്കിൽ ആ ഒരു സാധനത്തിൽ കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ട് ന്യൂട്രിയൻസ് മാത്രം ആഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് പാലില്, അതേപോലെ തന്നെ മാവ്, ഫ്ലവർ, സീരിയൽസ്, മാർജറിൻ, ഇതിനകത്തെല്ലാം തന്നെ ചില വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഫോർട്ടിഫൈ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയാണ് ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് അതിൻ്റെ ഓഫ് കോഴ്സ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്, പിന്നെ
അതൊരു പബ്ലിക് ഹെൽത്ത് കൺസേൺ ആണ്. ഇപ്പം ഒരു പ്രദേശത്ത് ഒരുപാടധികം ആളുകൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉണ്ട്. അതിലേറ്റവും നല്ല മാർഗം അത് എന്താണ്? അത് അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഈ മിനറലോ വൈറ്റമിനോ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഡെഫിഷ്യൻസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗം. അങ്ങനെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ കുറേ ഫോർട്ടിഫിക്കേഷൻ പ്ലാൻസ് ഉണ്ട്. അതായത് അയഡിന്റെ ഡെഫിഷ്യൻസി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പിലെല്ലാം തന്നെ അയോഡൈസ്ഡ് സോൾട്ടായി മാറി. കാരണം ഉപ്പിലെല്ലാം തന്നെ അയഡിൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് വിപണിയിൽ എത്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയ വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ റേഷൻ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അരിയിൽ അയണൊക്കെ ഫോർട്ടിഫൈ ചെയ്യാനുള്ള ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്താണ് അത് തുടങ്ങിയത്. അത് UN ഒക്കെ സഹായത്തിലൂടെയാണ് ആ ഒരു ഫോർട്ടിഫിക്കേഷൻ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു എന്താണ് അപ്പോൾ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർട്ടിഫിക്കേഷൻ ഇസ് ദ പ്രാക്ടീസ് ഓഫ് ഡെലിബറേറ്റ്ലി ആഡിങ് എസെൻഷ്യൽ മൈക്രോ ന്യൂട്രിയൻസ്. കൂടുതലും മൈക്രോ ന്യൂട്രിയൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അതായത് വൈറ്റമിൻസും മിനറൽസും ഒക്കെയാണ് ഇതുപോലെയുള്ള കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫുഡിൽ. എപ്പോഴും ഫോർട്ടിഫിക്കേഷൻ നടത്തുന്നത് എല്ലാവരും ഒരു പോപ്പുലേഷനിലെ ഒരു ഭൂരിഭാഗം ആളുകളും ഉപയോഗിക്കുന്ന ഫുഡിലായിരിക്കും. അല്ലാതെ അധികം ആളുകളൊന്നും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഭക്ഷണ സാധനങ്ങളിൽ അങ്ങനെ ഫോർട്ടിഫിക്കേഷൻ നടത്താറില്ല. അപ്പം സോൾട്ട്, പാല്, അതേപോലെ തന്നെ ഓയില്, റൈസ്, വീറ്റ് ഫ്ലവർ എന്നിവയിലൊക്കെയാണ് കൂടുതലായിട്ട് ഫോർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊരു സർക്കാരിൻ്റെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ ഫുഡ്സിലാണ് ഫോർട്ടിഫിക്കേഷൻ നടത്തിയിട്ടുള്ളതെന്ന്. അപ്പം എന്തൊക്കെ വെച്ചാണ് ഫോർട്ടിഫൈ ചെയ്തതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, അയൺ, കാൽഷ്യം, ബി വൈറ്റമിൻസ്, അയഡിൻ ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഫോർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം വൈറ്റമിൻ എ എന്ന് പറയുമ്പം നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച, അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി, സെല്ലിൻ്റെ ഗ്രോത്ത് ഇതിനെല്ലാം സഹായിക്കുന്നതാണ്. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലിൻ്റെയും അതേപോലെ തന്നെ കാൽഷ്യത്തിൻ്റെയൊക്കെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അയൺ നമ്മുടെ വിളർച്ച അല്ലെങ്കിൽ അനീമിയ തടയാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അയൺ. അപ്പം നമ്മുടെ രക്തത്തിൻ്റെ രക്തം സിന്തസൈസ് റെഡ് ബ്ലഡ് സെൽസിൻ്റെ സിന്തസൈസ് ചെയ്യാനായിട്ടൊക്കെ അയൺ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കാൽഷ്യം, ബി വൈറ്റമിൻസ്, അയഡിൻ നമ്മുടെ ഉപ്പിലൊക്കെ അയഡൈസ്ഡ് സോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞു. സോ ഇതെല്ലാം തന്നെ നമ്മുടെ ഫുഡിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഏതൊക്കെ ഫുഡ്സാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡബിൾ ഫോർട്ടിഫൈഡ് സോൾട്ട് ഉണ്ട്. ഡബിൾ ഫോർട്ടിഫൈഡ് സോൾട്ട് എന്ന് പറയുന്നത് 2 സാധനങ്ങളാണ് ഇതിനകത്ത് സോൾട്ടിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അയഡിനും ഉണ്ട്, അതേപോലെ തന്നെ അയണും ഉണ്ട്. വീറ്റ് ഫ്ലവർ ഉണ്ട്, അതേപോലെ തന്നെ റൈസ് ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. വനസ്പതി അതിനകത്ത് അതായത് വൈറ്റമിൻ എ ആണ് വനസ്പതിയിൽ ഫോർട്ടിഫൈ ചെയ്തേക്കുന്നത്. പിന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് അതായത് വൈറ്റമിൻ എ ഉണ്ട്, ഡി ഉണ്ട്, കാൽഷ്യം ആൻഡ് അയൺ ഇതിലെല്ലാം തന്നെ ഫോർട്ടിഫൈ ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ക്യാബിനറ്റ് അപ്രൂവ് ചെയ്താണ് ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മുടെ അരിയിൽ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി നൽകുന്ന അരിയിൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ അയൺ ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഈ ഒരു ഫോർട്ടിഫിക്കേഷന്റെ തന്നെ പാർട്ടിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻ ആണ് ഒരു എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. ആ FSSAIയുടെ ലോഗോ, അതായത് ഫോർട്ടിഫിക്കേഷന്റെ ലോഗോ എന്താണ്, ഹാസ് ലോഞ്ച്ഡ് വിച്ച് ലോഗോ ഫോർ ഫോർട്ടിഫൈഡ് ഫുഡ്സ് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫുഡ് ആർ ഫോർട്ടിഫൈഡ് ഇൻ ഇന്ത്യ എന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ഈ ഫോർട്ടിഫിക്കേഷന്റെ ഭാഗത്തുനിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. ആ ലോഗോ എന്താണ്? അതേപോലെ ഇത് കണ്ടല്ലേ, അപ്പോൾ സർക്കിൾ വിത്ത് എൻ എഫ് ആൻഡ് പ്ലസ് സൈൻ വിത്ത് എ റിംഗ്, സ്ക്വയർ വിത്ത് എൻ എഫ് ആൻഡ് പ്ലസ് സൈൻ വിത്ത് എ റിംഗ്, റെക്റ്റാങ്കിൾ വിത്ത് എൻ എഫ് ആൻഡ് എ പ്ലസ് സൈൻ വിത്ത് എ റിംഗ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്ക് നേരത്തെ സ്ലൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലോഗോ. ഇതാണ് നമ്മുടെ ഫോർട്ടിഫൈഡ് ഫുഡ്സിൻ്റെ ഒരു ലോഗോ എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചറാണ്. അതായത് ഏതൊരു സാധനത്തിലും ഈ ഒരു ലോഗോ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ഏതെങ്കിലും ഒരു മിനറലോ വൈറ്റമിനോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു പ്ലസ് ഉണ്ട്, ഒരു എഫ് ഉണ്ട്, ഒരു റിംഗ് ഉണ്ട്, അത് ഒരു സ്ക്വയറിനകത്താണ് ഉള്ളത്. സോ ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈ ഒരു സ്ക്വയർ വിത്ത് എൻ എഫ് ആൻഡ് എ പ്ലസ് സൈൻ വിത്ത് എ റിംഗ്.
Now, which of the following foods are fortified in India? Milk and oil, salt, wheat flour and rice, all of these. അപ്പം നമ്മൾ കണ്ടു ഇതിനെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ ഫോർട്ടിഫൈ ചെയ്യാറുണ്ട്. സോ ദ ആൻസർ ഇസ് all of these. അപ്പൊ ഇത് കണ്ടില്ല, 2 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പാർട്ടിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഫുഡ് അഡിറ്റീവിനെ പറ്റി പറയാം. ടു മെയിൻറ്റെയിൻ പാലറ്റബിലിറ്റി ആൻഡ് ഹോൾസംനെസ്. അപ്പൊ ഇവിടെ പാലറ്റബിലിറ്റി ഹോൾസംനെസ് എന്ന് പറയുന്നത് ആ ഒരു ഫുഡിന്റെ ഫ്ലേവർ അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യുന്ന സാധനങ്ങൾക്കാണ് പാലറ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഫുഡിന് ടേസ്റ്റ് വർദ്ധിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ലൈക്ക് മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ്, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ട ഒരു സാധനമാണ് അല്ലേ. MSGയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആ ഒരു നമുക്ക് ഓൾറെഡി ഒരു ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവും, ആ ടേസ്റ്റിനെ ഒന്നും കൂടെ ഭംഗിയാക്ക് ഇൻറ്റൻസിഫൈ ചെയ്യുന്നതാണ്. ഇൻറ്റൻസിഫൈ ദ നാച്ചുറൽ ഫ്ലേവേഴ്സ് ഇൻ ഫുഡ് മേക്കിംഗ് ദം മോർ എൻജോയബിൾ ആൻഡ് സേവറി. അതാണ് ഇവിടെ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേര് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും, അജിനോമോട്ടോ. അജിനോമോട്ടോ ആണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത ആ ഒരു പേര് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അല്ലെങ്കിൽ MSG എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വില്ലനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അജിനോമോട്ടോ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ അജിനോമോട്ടോ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ നാച്ചുറൽ ഫ്ലേവേഴ്സിനെ ഇന്റൻസിഫൈ ചെയ്യുകയാണ്. അതേപോലെ തന്നെ യൂണിഫോം ടേസ്റ്റ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ അജിനോമോട്ടോ യൂസ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ആ ഒരു സെയിം ഫ്ലേവർ അല്ലെങ്കിൽ സെയിം ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു യൂണിഫോം ടേസ്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അൺഡിസൈറബിൾ ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മാസ്ക് ചെയ്യാനും പറ്റും. എന്തെങ്കിലും അൺപ്ലസൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുകളോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ. സോ ഫ്ലേവർ എൻഹാൻസേഴ്സ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് സാധനത്തിലാണ്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ എൻഹാൻസർ ആണ് നമ്മുടെ MSG. സോ അതിൻ്റെ ഒരു സേഫ്റ്റി സൈഡ് അല്ലെങ്കിൽ അത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സോഡിയം സോൾട്ട് ഓഫ് ഗ്ലൂട്ടമിക് ആസിഡ്, ഒരു അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോട്ടീൻ, നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പം സോഡിയം സോൾട്ട് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് അത്. വളരെ ഗ്ലൂട്ടാമിക് ആസിഡ് നാച്ചുറലി നമ്മുടെ ചീസിലും മഷ്റൂമിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതൊരു ഫ്ലേവർ എൻഹാൻസർ ആണ്. ഏത് ഒരു മീറ്റി ഒരു നല്ലൊരു നമുക്കറിയാം ആ ഒരു ടേസ്റ്റ് അല്ലെ, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫ്ലേവർ, ആ മീറ്റി ടേസ്റ്റ്, അതിനെയാണ് ഉമാമി എന്ന് പറയുന്നത്. ആ ഒരു ഫ്ലേവർ, ആ ഒരു ടേസ്റ്റ് വരുന്നത്. സോ സ്റ്റ്യൂസും സൂപ്സിലും ഒക്കെ ചൈനീസ് ഫുഡ്സിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്, ആ ഒരു ടേസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1908 ഇത് ഡിസ്കവർ ചെയ്തത്. ജപ്പാനിലാണ് ഇത് ഡിസ്കവർ ചെയ്തത്. ആ ഒരു ടേസ്റ്റ്, അതൊരു സീവീഡിൽ നിന്നുള്ള ടേസ്റ്റ്, ആ ഒരു ടേസ്റ്റ് ഐസൊലേറ്റ് ചെയ്തിട്ടാണ് ഈ അജിനോമോട്ടോ എന്ന് പറയുന്ന സാധനം നമ്മുടെ വിപണിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയി വന്നത്. ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു തർക്കമാണ് ഇത് സേഫ് ആണോ എന്ന്, അല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങളുള്ള ഒരു സാധനമാണ് ഈ അജിനോമോട്ടോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ US FDA അത് സേഫ്, ജനറലി റിഗാർഡ് ആസ് സേഫ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അത് ഒരു ലിമിറ്റിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം കുറേയധികം സ്റ്റഡീസ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ചൈനീസ് പണ്ട് ഒരു ഏറ്റവും വലിയ വിവാദമായത് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്ക് സ്ഥിരമായി വയറിന് ബുദ്ധിമുട്ടുണ്ടാവുന്നത് അത് MSG കാരണമാണ് എന്നൊക്കെയുള്ള ഒരുപാട് പ്രചാരണങ്ങൾ നടത്തിയതിന് ശേഷമാണ് അജിനോമോട്ടോ ഒരു വില്ലനായിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടത്. പക്ഷെ എന്നാൽ അതിനുശേഷം ഒരുപാടധികം സ്റ്റഡീസ് ഇതിനെപ്പറ്റി റിസർച്ച് ഒക്കെ നടത്തിയപ്പോഴത്തേക്ക് ശരിക്കും അത്ര വലിയ ഭീകരനൊന്നും അല്ല, എന്നാൽ അതൊരു പരിധിയിൽ കൂടുതലായാൽ അത് ഭീകരൻ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിമിറ്റിൽ കൂടുതൽ അത് ഉപയോഗിക്കുവാണെങ്കിൽ അതൊരു പ്രശ്നക്കാരാണ്. പക്ഷേ വിത്തിൻ ലിമിറ്റ്സ് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് വലിയ കുഴപ്പക്കാരനൊന്നും അല്ല എന്നുള്ളതാണ് കണ്ടെത്തലുകൾ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഫുഡിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു പാക്കറ്റ് ഫുഡിലാണെങ്കിൽ ഈ E621 അല്ലെങ്കിൽ INS621 എന്നുള്ള കോഡ് നോക്കിയാൽ മതി. അതിനകത്ത് ഈ പറയുന്ന MSG ആഡ് ചെയ്തിട്ടുള്ള ഫുഡാണെങ്കിൽ ഈ ഒരു കോഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഗതിയിൽ ഈ കോഡ്സ് ആണ് ഫുഡ് അഡിറ്റീവ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ലാതെ MSG എന്നോ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നോ അങ്ങനെ അധികം ആരും മെൻഷൻ ചെയ്യാറില്ല.
സോ യു ക്യാൻ സി ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ഏത് ഫ്ലേവർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ നേരത്തെ പറഞ്ഞ പോലെ ആ ഉമാമി എന്ന് പറയുന്ന ഫ്ലേവർ ആണ്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ്, ഫോളോയിങ് ഫുഡ് അഡിറ്റീവ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ ഫ്ലേവർ പൊട്ടൻഷ്യേറ്റർ. ഫ്ലേവർ പൊട്ടൻഷ്യേറ്റർ എന്ന് പറഞ്ഞാൽ ഫ്ലേവർ എൻഹാൻസർ തന്നെയാണ്. സോ ഇതിന്റെയും ആൻസർ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ്. സോഡിയം ക്ലോറൈഡ് ഒരു ഉപ്പാണ്, അതിനകത്തുള്ള ആസിഡുലൻസ് എന്ന് പറഞ്ഞാൽ ആസിഡിറ്റി കൂട്ടുന്ന സാധനങ്ങളാണ്. സോഡിയം ബൈകാർബണേറ്റ് ആക്ച്വലി നമ്മൾ ഇനി അടുത്ത ഇതിൽ കാണാൻ എന്താണ് സോഡിയം ബൈകാർബണേറ്റിന്റെ റോൾ എന്ന്. സോ ഇതിന്റെ ആൻസർ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ്. ഇനി അടുത്ത ഒരു അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ കളറൻസ് അല്ലെങ്കിൽ ഇംപാർട്ട് ഡിസൈർഡ് കളർ എന്നുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന കുറച്ച് അഡിറ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഫുഡ് കളേഴ്സ് ഒരുപാടധികം നമുക്ക് അവൈലബിൾ ആണ്. അതായത് പല കളേഴ്സിനും പല കെമിക്കൽസും ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ വിപണിയിൽ അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സ് ആണ്. അതിലെല്ലാം തന്നെ ലിമിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. FSSAI ആയിട്ട് ലിമിറ്റ്സ് എല്ലാത്തിനും തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും E129, E133 എന്നൊക്കെ പറയുന്നത് ഓരോ കളേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം റെഡ് കളർ വേണമെങ്കിൽ ഈ ഒരു E129 അലൂറ റെഡ് എന്നാണ് അതിൻ്റെ ഒരു പേര്. നമ്മുടെ മുട്ടായി, സ്നാക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ബ്ലൂ കളർ E133 എന്ന് പറയുന്ന ഒരു അതും ഇതുപോലെ തന്നെ സ്വീറ്റ്സിനകത്തും ബെവറേജസിനകത്തും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. യെല്ലോ അതും ഐസ്ക്രീമിലും ബേക്ക്ഡ് ഗുഡ്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന പല കളേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തൊക്കെ പലതരം കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കാറ്റഗറിയിൽ. അതായത് കളർ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അടുത്തൊരു മെയിൻ അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ ലെവനിങ് ഏജൻസ്. ലെവനിങ് എന്ന് പറഞ്ഞാൽ അതിനെ വലുതാക്കുക അല്ലെങ്കിൽ ആ ഒരു വീർത്ത് വരിക എന്ന് പറയില്ലേ, ആ ഒരു ഗ്യാസ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളൊരു മാവ് കുഴച്ച് വെച്ചിട്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വലിയതായി വരിക, ആ ഒരു ഡോ ടു റൈസ്, അതാണ് ഏതെങ്കിലും ബാറ്ററൊക്കെ റൈസ് ചെയ്ത് വരുന്നതിനാണ് ലൈറ്റും വളരെ ഫ്ലഫി ആയിട്ട് വരാനായിട്ട് സാധനം യൂസ് ചെയ്യുന്നതാണ് ലെവനിങ് ഏജൻസ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം ഈസ്റ്റ് ഇട്ട് അപ്പം നമുക്ക് പൊങ്ങി വരാനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിനെയും ലെവനിങ് ഏജൻസ് എന്ന് പറയാം. അപ്പോൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതെല്ലാം തന്നെ ലെവനിങ് ഏജൻസ് ആണ്. അപ്പോൾ സോഡിയം ബൈകാർബണേറ്റ്, നേരത്തെ പറഞ്ഞ ഈ ഒരു സോഡിയം ബൈകാർബണേറ്റ് ആക്ച്വലി ഒരു ലെവനിങ് ഏജന്റ് ആണ്. സോ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ, ഈസ്റ്റും ഒക്കെ നമുക്കറിയാം ഇപ്പോൾ ഒരു അധികം ലെവനിങ് ഏജന്റ് യൂസ് ചെയ്യാത്തൊരു ഫുഡും അല്ലെങ്കിൽ ഒരു ബ്രെഡും ഈ ഒരു ബ്രെഡും തമ്മിലുള്ള വ്യത്യാസം ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലെവനിങ് ഏജന്റിന്റെ ആണ്. അപ്പോൾ ആ ഒരു ടെക്സ്ചറും ആ ഒരു വോള്യൂം കിട്ടാനായിട്ട് തീർച്ചയായും നമുക്ക് ലെവനിങ് ഏജൻസ് യൂസ് ചെയ്യേണ്ടി വരുന്നു. പിന്നെ അടുത്ത ആസിഡിറ്റിയോ ആൽക്കലൈനിറ്റിയോ കൺട്രോൾ ചെയ്യാനോ കൂട്ടാനോ നമുക്ക് അഡിറ്റീവ്സ് അവൈലബിൾ ആണ്. ഒന്നില്ലെങ്കിൽ ഒരു സാധനത്തിനെ ആസിഡിക് ആക്കാൻ അല്ലെങ്കിൽ ചിലതിനെ ആൽക്കലൈൻ ആക്കാനായിട്ട്. ഇപ്പോൾ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. സോ വി ഹാവ് അസിഡുലൻസ് ആൻഡ് ആൽക്കലൈസിങ് ഏജൻസ്. അസിഡുലൻസ്, സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഇതൊക്കെ അസിഡുലൻസിലായിട്ട് വരും. ആൽക്കലൈസിങ് ഏജൻസ് എന്ന് പറയുമ്പം സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതെല്ലാം ആൽക്കലൈസിങ് ഏജൻസും ആണ്. നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ നോക്കാം. ബ്രെഡിനകത്ത് എന്തൊക്കെ അഡിറ്റീവ്സ് ആണ് ഉള്ളതെന്ന്. സോ യു ക്യാൻ സീ ഇത് ഒരു സാധാരണ നോർമൽ ആയിട്ടുള്ള നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രെഡിന്റെ പാക്കറ്റ് ആണിത്. അപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റും വീറ്റ് ഫ്ലവർ, ഷുഗർ, വീറ്റ് ബ്രാൻ, ഈസ്റ്റ്. കണ്ടോ, ഇവിടെ ഒരു ലെവനിങ് ഏജന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, വെജിറ്റബിൾ ഫാറ്റ്. പിന്നെ അതേപോലെ തന്നെ സോയ ഫ്ലോർ, പെർമിറ്റഡ് ക്ലാസ് 2 പ്രിസർവേറ്റീവ് INS 282 ഇത് പ്രിസർവേറ്റീവ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്ലോർ ട്രീറ്റ്മെന്റ് ഏജന്റ്, ആന്റി ഓക്സിഡന്റ്, ഇമൾസിഫയേഴ്സ്, മിൽക്ക് സോളിഡ്സ്, ആസിഡിറ്റി റെഗുലേറ്റേഴ്സ് ഇതെല്ലാം തന്നെ നമുക്ക് ബ്രെഡിൽ കാണാൻ പറ്റും. അപ്പം അതിനകത്ത് ഫ്ലേവർ ഇംപ്രൂവ് ചെയ്യാനും സോഫ്റ്റ്നെസ് വരാനും പ്രിസർവേറ്റീവും അതേപോലെ തന്നെ ആന്റി ഓക്സിഡന്റും ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. നൗ കമ്മിങ് ടു പ്രിസർവേറ്റീവ്സ്. പ്രിസർവേറ്റീവ് നമുക്ക് അറിയാം, അത് ഒരു സാധനം കേടുകൂടാതെ കുറേ നാൾ ഉപയോഗിക്കാനായിട്ടാണ് പ്രിസർവേറ്റീവ് ഉപയോഗിക്കുന്നത്. സ്പോയിലേജ് പലതരത്തിൽ വരാം. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിസർവേറ്റീവ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാഷ്യം സോർബേറ്റ്, നൈട്രേറ്റ് ഇതെല്ലാം തന്നെ നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ജ്യൂസ് പാക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായും അതിനകത്ത് പ്രിസർവേറ്റീവ് ഉണ്ടാകും. സോ ഇതിനകത്ത് കാണും പ്രിസർവേറ്റീവ് 202.
202 എന്നുള്ള കോഡ് ആക്ച്വലി പൊട്ടാഷ്യം സോർബേറ്റിൻ്റെ കോഡാണ്. അപ്പം അത് നമുക്ക് ഓരോന്നിൻ്റെയും പേരുകൾ അല്ലെങ്കിൽ ആ ഒരു ഈ നമ്പേഴ്സ് ഒക്കെ പഠിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് പ്രിസർവേറ്റീവ് അല്ലെങ്കിൽ ഏത് സ്റ്റെബിലൈസർ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്. സോഡിയം ബെൻസോയേറ്റ് E211, അത് ജാംസിലും ഫ്രൂട്ടിലും പിക്കിളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാൽഷ്യം പ്രൊപ്പയോണേറ്റ്, സൾഫർ ഡയോക്സൈഡ്, പൊട്ടാഷ്യം സോർബേറ്റ്, നൈട്രേറ്റ്സ് ആൻഡ് നൈട്രൈറ്റ്സ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഓരോന്നിനും പലതരം അല്ലെങ്കിൽ ഓരോന്നിനും ചില ഇപ്പോൾ എക്സാമ്പിൾ നൈട്രേറ്റും ഒക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലും മീറ്റിലൊക്കെയാണ്. അതേപോലെ തന്നെ പൊട്ടാഷ്യം സോർബേറ്റ് വൈൻ, ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ജ്യൂസസിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള അഡിറ്റീവ്സ് ആണ് ഉപയോഗിക്കുന്നത്. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് അഡിറ്റീവ്, ആൻറ്റി ഓക്സിഡൻറ്റ്. അപ്പം ഓക്സിഡേഷൻ മൂലം നശിക്കപ്പെടുന്ന, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം എണ്ണയൊക്കെ കുറേ നാളൊക്കെ തുറന്നു വെക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു കാറിൽ അല്ലെങ്കിൽ ആ ഒരു കനക്കുക എന്നൊക്കെ പറയാറുണ്ട്. റാൻസിഡ് ആ ഒരു ഓഫ് ഫ്ലേവർ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് എണ്ണയിലൊക്കെ വരുന്നത്. അപ്പം അത് തടയാനായിട്ട് ഫാറ്റ്സ് ആൻഡ് ഓയിൽസിൻ്റെ ഓക്സിഡേഷൻ തടയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ആൻറ്റി ഓക്സിഡൻസ്. അപ്പം അത് പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് ഇപ്പം ഇതിനകത്തൊരു സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ TBHQ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടെർഷ്യറി ബ്യൂട്ടൈൽ ഹൈഡ്രോക്വിനോൺ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ്. അതേപോലെ തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻസ് ആണ് BHAയും BHTയും, ബ്യൂട്ടിലൈറ്റഡ് ഹൈഡ്രോക്സി ആനിസോൾ, അതേപോലെ തന്നെ ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടോളുവിൻ. പലതരത്തിലുള്ള ഫുഡ്സിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. ഓയിൽസിലും സ്നാക്ക് ഫുഡ്സിലും ബേക്ക്ഡ് ഫുഡ്സിലും ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസ് യൂസ് ചെയ്യാറുണ്ട് ആ ഒരു ഓക്സിഡേഷൻ മൂലമുണ്ടാവുന്ന റാൻസിഡിറ്റിയെ തടയാൻ. പിന്നെ വരുന്ന നെക്സ്റ്റ് ഒരു സാധനമാണ് സ്വീറ്റ്നർ എന്ന് പറയുന്നത്. സ്വീറ്റ്നർ നമുക്കറിയാം സ്വീറ്റ്നെസ്. ഇപ്പം നമ്മൾ പഞ്ചസാര അല്ല ഇവിടെ പറയുന്നത്, പഞ്ചസാര അല്ലാത്ത സാധനങ്ങൾ എക്സ്ട്രാസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിനെ പറ്റിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഷുഗർ ഫ്രീ എന്ന് പറയുന്നത് ലോ കാലറി ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടെ എനർജി ഒന്നും തരാതെ തന്നെ നമ്മുടെ ഫുഡിൽ ഒരു മധുരത്തിൻ്റെ ഒരു എഫക്റ്റ് തരുന്നതാണ് ഈ ഷുഗർ ഫ്രീ പോലെയുള്ള ടാബ്ലറ്റ്സും. അപ്പോൾ അതേപോലെ തന്നെ അല്ലാത്ത സാധനങ്ങളും ഉണ്ട്. ലൈക്ക് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരു ഹൈ എക്സ്ട്രീം സ്വീറ്റ്നെസ് കൊണ്ടുവരാനാണ്. ഇപ്പോൾ ഇതൊരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ഒരു ബോട്ടിലാണ്, അതിൻ്റെ ഒരു ലേബലാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നല്ലപോലെ ഷുഗർ ഒരു സ്വീറ്റ്നർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡയറ്റ് സോഡ, ഷുഗർ ഫ്രീ ഗം, ഡെസേർട്ട്സിനകത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് പറയാം ആസ്പർട്ടീൻ, സുക്രലോസ്, സ്റ്റീവിയ എന്നിവയൊക്കെയാണ് സ്വീറ്റ്നേഴ്സ് ആയിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് ഈ ഷുഗർ ഫ്രീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്ത സ്വീറ്റ്നർ എന്ന് പറയുന്നത് സുക്രലോസ് ആണ്. നമ്മുടെ സാധാരണ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സുക്രോസ് ആണ് അല്ലേ. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ സുക്രലോസ് ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ്. So these are the different additives used for our എന്താണ് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ്സിനകത്ത് ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഇവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ പലതരം അഡിറ്റീവ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2ൻ്റെ ഇൻറ്റൻസീവ് ബാച്ച് ഏർണസ്റ്റ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.